ഇന്ന് നമ്മോടൊപ്പം ചേരുന്നു മഞ്ചേരി മെഡിക്കൽ കോളേജ് ജനറൽ മെഡിസിൻ ഡിപ്പാർട്ട്മെന്റ് അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ ഡാനിഷ്. നമസ്കാരം സാർ. നമ്മൾ പേപ്പറിലൊക്കെ വായിച്ചിട്ടുണ്ട് ഡെങ്കു ഫീവറിൽ നിന്നും ഡിസ്ചാർജ് ആയിട്ടുള്ള ഒരു രോഗി പിന്നീട് അവർക്ക് മരണം സംഭവിച്ചു എന്നൊക്കെ. അതൊക്കെ എങ്ങനെയാണ് സംഭവിക്കുന്നത്? അതായത് ഡെങ്കു ഫീവറിന് ചില കോംപ്ലിക്കേഷൻസ് ഉണ്ട്. അതായത് ഇപ്പം നമുക്ക് ഡെങ്കു പ്ലേറ്റിൽ കൗണ്ട് നോർമലായി കഴിഞ്ഞാലും ഇതിൽ അപൂർവമായിട്ടാണ്, വളരെ ഇത് കോമൺ ആയിട്ട് നമ്മൾ വിചാരിക്കരുത്. അതായത് കാപ്പിലറി ലീക്ക് സിൻഡ്രോം നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, അപ്പോൾ പനിയൊക്കെ വിട്ടിട്ടുണ്ടാവും, പക്ഷേ അതിൻ്റെ ഇമ്മ്യൂണോളജിക്കൽ ഫേസ് എന്ന് പറയും. ആ സമയത്ത് ചില ആളുകൾക്ക് BP ഗണ്യമായ രീതിയിൽ കുറയും. BP കുറയുകയും ഹാർട്ടിനെ ബാധിക്കുകയും മയോകാർഡൈറ്റിസ് എന്നൊക്കെ പറഞ്ഞ കോംപ്ലിക്കേഷൻസ് ചിലപ്പോഴും നമുക്ക് വരാം. അതുകൊണ്ടാണ് മേ ബി അങ്ങനെ നമുക്ക് പനി മാറിയെന്ന് തോന്നിക്കഴിഞ്ഞപ്പോഴും വീട്ടിൽ പോയ രോഗിക്ക് അങ്ങനെ ഒക്കെ ഉണ്ടായിട്ടുണ്ടാകുന്നത്. അപ്പോൾ അതാണ് ഒരു കാപ്പിലറി ലീക്ക് എന്ന് പറയുന്ന ഒരവസ്ഥയുണ്ട് ഇതിന്. പിന്നെ ഡെങ്കു ഫീവർ കൊണ്ട് വേറെ കുറേ കോംപ്ലിക്കേഷൻസ് വരാം. അതായത് ഒന്ന് ബ്ലീഡിങ് മാനിഫെസ്റ്റേഷൻ, നമുക്ക് പ്രൊഫ്യൂസ് ആയിട്ട് നമുക്ക് ഹെമറേജ്, ചിലപ്പോൾ ചോര ഛർദ്ദിക്കുക, വയറ്റിൽ നിന്ന് ബ്ലഡ് പോവുക, BP ഗണ്യമായ രീതിയിൽ കുറയുക, അങ്ങനെയൊക്കെ വന്നിട്ട് മരണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ചികിത്സാ രീതി എന്ന് പറഞ്ഞാൽ ഡെങ്കിപ്പനിക്ക് പ്രത്യേകിച്ച് നമുക്ക് ചികിത്സകളൊന്നും, ഒരു വൈറൽ പനിയാണ്, അപ്പം നമുക്ക് ഓട്ടോമാറ്റിക്കലി അത് എന്ത് ചെയ്യും, കുറഞ്ഞോളും. ഈ രോഗികളെ അഡ്മിറ്റ് ചെയ്യാനുള്ള കുറേ ക്രൈറ്റീരിയാസ് ഉണ്ട്. പ്ലേറ്റിൽ കൗണ്ട് 50,000-ലും കുറവാണെങ്കിൽ നമ്മൾ എന്തായാലും അവരൊരു IP കെയർ ആവശ്യമാണ്. പിന്നെ അവർക്ക് INR എന്ന് പറയും, അത് നമുക്ക് കൂടുതലാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കണം ഇവരെ കുറച്ചുകൂടി നമ്മൾ കെയർ കൊടുക്കണം. പിന്നീട് അവർക്ക് BP കുറയുകയാണെങ്കിൽ, അതായത് ഡെങ്കു ഷോക്ക് സിൻഡ്രോം എന്ന് പറയുന്നൊരവസ്ഥയുണ്ട്. അതായത് BP കുറയുക, അതേപോലെ ഡെങ്കു ഹെമറേജിക് ഫീവറിന് കൂടെ BP കുറഞ്ഞ് ഡെങ്കു ഷോക്ക് സിൻഡ്രോം. അപ്പോൾ അങ്ങനെ ഒരു ഡെങ്കു ഷോക്ക് സിൻഡ്രോം വന്ന ആൾക്ക് നമ്മൾ IV ഫ്ലൂയിഡ്സ്, നോർമൽ സലൈൻ എന്ന് പറഞ്ഞ ഫ്ലൂയിഡ് ഒരു പ്രത്യേക രീതിയിൽ നമ്മൾ കൊടുത്ത് അവരുടെ BP മെയിൻറ്റെയിൻ ചെയ്യിക്കും. പ്ലേറ്റിൽ കൗണ്ട് നമുക്ക് കുറവാണെങ്കിൽ നമുക്കത് കയറ്റാനുള്ള ഇൻഡിക്കേഷൻസും ഉണ്ട്. അപ്പോൾ പ്ലേറ്റിൽ കൗണ്ട് കുറവുള്ള ആൾക്ക് നമ്മൾ ചിലപ്പോൾ പ്ലേറ്റ്ലെറ്റ് ട്രാൻസ്ഫ്യൂഷൻ കൊടുക്കും, ഇതേപോലെ IV ഫ്ലൂയിഡ്സ് കൊടുക്കും, ICU കെയർ കൊടുക്കും. അങ്ങനെ കൊടുത്താണ് ഇവരെ നമ്മൾ 1-2 ദിവസം കൊണ്ട് ഇവർക്ക് ട്രീറ്റ്മെൻറ്റ് കൊടുത്ത് ഒരു 90% ആൾക്കാർ നമുക്ക് രക്ഷപ്പെടുത്തി വിടാൻ പറ്റാറുണ്ട്. എന്തെല്ലാം മുൻകരുതലുകൾ ഈ ഡെങ്കു ഫീവറിന് വേണ്ടി നമുക്ക് സ്വീകരിക്കാം? ഈ ഡെങ്കു ഫീവറിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഡേ ബൈറ്റിംഗ് മോസ്കിറ്റോസാണ്, കുഞ്ഞു കൊതുകുകൾ. അപ്പോൾ ഡേ ബൈറ്റിംഗ് ആണ്. അപ്പോൾ പകൽ സമയങ്ങളിലാണ് ജോലിക്കൊക്കെ പോകുന്ന ആളുകൾക്കാണ് അധികം നമുക്കിത് കിട്ടുക. അപ്പോൾ ഒരാൾക്കൊരു സ്ഥലത്ത് കിട്ടിയാൽ നെക്സ്റ്റ് അവരുടെ നൈബേഴ്സിനൊക്കെ ഇത് വരും. അതുകൊണ്ടാണ് നമ്മൾ ഈ മഴക്കാലം അങ്ങ് എത്തിക്കഴിഞ്ഞാൽ ചെറിയ ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിന് കുറേ വെള്ളമൊന്നും വേണ്ട, കുഞ്ഞ് ചെറിയ നമ്മളുടെ ഈവൻ ഇലകളൊക്കെ ഇങ്ങനെ ഇരിക്കില്ലേ, ആ ഇലേൻ്റെ മുകളിലേക്ക് ഇരിക്കുന്ന വെള്ളത്തിൽ വരെ ഇത് മുട്ടയിടും. അപ്പോൾ നമ്മൾ എല്ലാ ദിവസവും ഒരു വീക്ക്ലി ഡ്രൈ ഡേ ആചരിക്കും നല്ലത്. അതായത് ഒരു റെസിഡൻസ് അസോസിയേഷനൊക്കെ വെച്ച് നമ്മളുടെ നൈബർഹുഡിൽ ഇത് വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വെള്ളക്കെട്ടുകൾ എല്ലാ വീടുകളും ഒരേ ദിവസം തന്നെ, എന്നാലേ നമുക്കിതിന് സോഴ്സ് റിഡക്ഷൻ പറ്റുള്ളൂ. അല്ലാതെ നമ്മൾ ഒരു വീട്ടിൽ ചെയ്തു മറ്റേ വീട്ടിൽ ചെയ്തില്ല, അങ്ങനെ ആകുമ്പോൾ ശരിയാവില്ല. അപ്പോൾ ഈ റെസിഡൻസ് അസോസിയേഷനാണ് ഇങ്ങനത്തെ ഇപ്പോൾ ഫീവേഴ്സ് നമുക്ക് നെക്സ്റ്റ് ഇനിയിപ്പോൾ ഒരു മഴക്കാലം വരുമ്പോഴേക്കും നമ്മൾ ഈ ഭാഗത്ത് ഇത് ഉണ്ടാവരുതെന്ന് നമ്മളെല്ലാവരും ചിന്തിച്ചിട്ട് എല്ലാ വീട്ടിലും ഒരു ദിവസം ഡ്രൈ ഡേ ആചരിക്കണം. ഡ്രൈ ഡേ ആചരിച്ചാൽ തന്നെ നമുക്കതിൻ്റെ സോഴ്സ് കംപ്ലീറ്റ്ലി റെഡ്യൂസ് ചെയ്തു. അല്ലാതെ വന്ന് ചികിത്സിക്കുന്നതിനേക്കാളും നല്ലതാണ് ശരിക്കും. ആലോചിച്ച് നോക്കി എത്ര ദിവസമാണ് ഹോസ്പിറ്റലിൽ കിടന്ന് പ്രശ്നങ്ങളൊക്കെ വന്ന് കോംപ്ലിക്കേഷൻ വന്ന്, അതിന് പകരം നമ്മൾ നമ്മുടെ വീട്ടിലൊന്ന് പുറത്തിറങ്ങി, ആ TV കാണുന്ന സമയത്ത് പുറത്തിറങ്ങി കുട്ടികളെയും ഒക്കെ എൻകറേജ് ചെയ്ത് ഒരു ചെറിയ പാത്രത്തിൽ വെള്ളം, ഇങ്ങനെ നമ്മൾ ചെറിയൊരു ചിരട്ട മതി. അപ്പോൾ ഇതൊക്കെ നമ്മൾ കമഴ്ത്തി വെക്കാനും നമ്മൾ ഡെയിലി ഒരു ഇൻസ്പെക്റ്റ് ചെയ്യുക വീടിൻ്റെ ചുറ്റും, അല്ല എല്ലാ വീട്ടുകാരും ഇങ്ങനെ ഒന്നിച്ച് ചെയ്താൽ നമുക്ക് മോസ്കിറ്റോനെ നമുക്ക് ഒഴിവാക്കാം. രണ്ടാമത്തെ കാര്യം, നമ്മൾ മോസ്കിറ്റോ റെപ്പല്ലൻസ് യൂസ് ചെയ്യുക മോർണിംഗിൽ പണിക്ക് പോകുന്ന ആളുകൾ. പിന്നെ നമുക്ക് വീട്ടിൽ തന്നെ കൊതുകുവല വയ്ക്കുക, ജനലിനൊക്കെ നെറ്റ് അടിച്ച് വയ്ക്കുക. മാക്സിമം ഇവരിൽ നമ്മൾ അകന്ന് നിൽക്കുക എന്നുള്ളതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ചെയ്യേണ്ടത്. ഈ ഡെങ്കു ഫീവർ വന്നു പോയിട്ടുള്ള ആളുകൾ അവർക്ക് പിന്നീട് പ്രതിരോധശേഷി കുറയുന്നതായും പിന്നീട് മറ്റു രോഗങ്ങൾ പെട്ടെന്ന് പിടിപെടുന്നതായൊക്കെയുള്ള ലക്ഷണങ്ങൾ കണ്ടുവരുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. അതിലെന്തെങ്കിലും യാഥാർത്ഥ്യം ഉണ്ടോ? അങ്ങനെയില്ല. അതൊരു ഏത് വൈറൽ ഫീവർ വന്നു കഴിഞ്ഞാലും, ഇപ്പം നമുക്ക് ചില വൈറൽ ഫീവേഴ്സ് വന്നു കഴിഞ്ഞാൽ ഒരു പോസ്റ്റ് വൈറൽ ഫെറ്റീഗ്, ക്ഷീണം എന്ന് പറയുന്നൊരവസ്ഥ ചില ആളുകൾ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഈ TNF ആൽഫ, ഇൻ്റർഫ്രോൺ ഗാമ, ഇതെല്ലാം നമ്മുടെ ബോഡിയെ ശരിക്കും തളർത്തുന്ന ഘടകങ്ങളാണ്. അപ്പോൾ നമുക്ക് അതിൽ നിന്ന് നാച്ചുറൽ റിക്കവറി കിട്ടാനുള്ളൊരു കുറച്ച് ടൈം എടുക്കും. സമയത്ത് നല്ല ഹെൽത്തി ഭക്ഷണവും അതേപോലെ കുറച്ച് മൾട്ടി വൈറ്റമിൻസും ഒക്കെ എടുത്ത് ഒരു നല്ല ഡയറ്റ് എക്സസൈസൊക്കെ സ്റ്റാർട്ട് ചെയ്താൽ അതിൽ നിന്നൊക്കെ റിക്കവർ ചെയ്യും വരും. അല്ലാതെ അതൊരു നെഗറ്റീവ് ഇതായിട്ട് കാണേണ്ട കാര്യമില്ല. മലേറിയ, ടൈഫോയിഡ്, മഞ്ഞപ്പിത്തം പോലെയുള്ളവ, അതിനെക്കുറിച്ചൊന്ന്. പണ്ടൊക്കെ നമ്മൾ MBBS പഠിക്കുമ്പോൾ പുറമെന്ന് വന്ന ഒരാൾ, നാട്ടുകാരൻ ഇരിക്കുന്ന സ്ഥലത്ത് നമ്മൾ, അല്ലെങ്കിൽ ട്രാവൽ ഔട്ട്സൈഡ് കേരള എന്നൊക്കെ പറഞ്ഞ് നമ്മളൊരു ഹിസ്റ്ററി എടുക്കുമായിരുന്നു. ഇപ്പോൾ നമുക്കതിൻ്റെ ആവശ്യമില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ
പുറമുള്ള ആളുകളൊക്കെ തന്നെ ഇവിടെയുണ്ട്. അപ്പോൾ അതുകൊണ്ട് മലേറിയയ്ക്ക് വേണ്ടി നമ്മൾ പുറത്തെവിടെയും പോകേണ്ട കാര്യമില്ല. നമുക്ക് ഇവിടെ തന്നെ നമുക്ക് പല ആളുകൾക്ക് മലേറിയ നമുക്ക് കാണാറുണ്ട്. അപ്പോൾ ആ മലേറിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ ഞാൻ പറഞ്ഞ ഇതേപോലത്തെ ഈ രോഗാണു നേരെ നമ്മുടെ ശരീരത്തിൽ വന്നാൽ നമ്മൾ RBC എന്ന് പറഞ്ഞൊരു സംഗതിയാണ് അദ്ദേഹം കയറി പിടിക്കുന്നത്. അതിന് അദ്ദേഹം കയറി അതിന് ന്യൂക്ലിയസിന് മുഴുവൻ തിന്നു കളഞ്ഞ് ഈ 4 തരത്തിൽ ഉണ്ട് കേട്ടോ. ഇത് പ്ലാസ്മോഡിയം, ഫാൽസിപ്പാരം, ഒവേല്, വൈവാക്സ് എന്ന് പറഞ്ഞ് ആണ് അതിൻ്റെ സബ് ഗ്രൂപ്പുകൾ. അപ്പോൾ ഇതിൽ പ്ലാസ്മോഡിയം ഫാൽസിപ്പാരം ഭയങ്കര തീവ്ര സ്വഭാവമാണ് അദ്ദേഹത്തിന്. അദ്ദേഹം എന്താ ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ RBCനെ അദ്ദേഹം നമ്മളെ ശരീരത്തിൽ നമ്മൾ ബ്ലഡ് എടുത്തു കഴിഞ്ഞാൽ ചെറിയ കുഞ്ഞു കുട്ടികൾ മുതൽ പ്രായമായ RBCs വരെയുണ്ട്. ഓക്കെ, അപ്പോൾ ഈ പ്ലാസ്മോഡിയം ഫാൽസിപ്പാരം കുഞ്ഞു കുട്ടികളെ മുതൽ എല്ലാവരും പിടിച്ചിട്ട് എന്ത് ചെയ്യും? തിന്നു കളയുന്നതിൻ്റെ കൂട്ടത്തിൽ ഇദ്ദേഹം ഒരു RBCനെ പിടിച്ചാൽ ബാക്കിയുള്ള എല്ലാ RBCനെ ഒട്ടിപ്പിടിപ്പിക്കും. അഗ്ലൂട്ടിനേഷൻ എന്ന് പറയും. മാത്രമല്ല ഇയാൾ പോയിട്ട് എല്ലാ രക്തക്കുഴലുകളും ബ്ലോക്കുകൾ ഉണ്ടാക്കും. അതുകൊണ്ടാണ് ഈ പ്ലാസ്മോഡിയം ഫാൽസിപ്പാരം ഒരു കോംപ്ലിക്കേറ്റഡ് മലേറിയ എന്ന് പറയുന്നത് നമ്മൾ ഡെസിഗ്നേറ്റ് ചെയ്യുന്നത്. ഇങ്ങനെ ഓരോ സ്ഥലത്തും പോയിട്ട് ഇത് ഒക്ലൂഷൻസ് ഉണ്ടാക്കുന്നതുകൊണ്ടാണ് അതിനെ നമുക്ക് ഏറ്റവും ഡേഞ്ചറസ് മലേറിയയായിട്ട് കാണുന്നത്. അപ്പോൾ ഞാൻ RBCനെ പിടിക്കുന്നു പറഞ്ഞപ്പോൾ തന്നെ നമുക്ക് RBC അങ്ങ് ചത്ത് കഴിയുമ്പോഴേക്കും അതൊന്ന് കൂടുതലായിട്ട് TNF ആൽഫ, ഇൻ്റർഫ്രോൺ, ഗാമ വരും. അപ്പോൾ ഇവർ ലൈഫ് സൈക്കിളിനനുസരിച്ചിട്ടാണ് ഇവർ RBCയും ചാവുക. അതുകൊണ്ടാണ് നമുക്ക് പനി പ്രത്യേക രീതിയിലാണ് ഇതിൻ്റെ പനികൾ വരിക. അതായത് നമുക്കിതിന് ടേർഷ്യൻ എന്ന് പറഞ്ഞിട്ട് നമുക്ക് പല പാറ്റേൺസ് ഓഫ് ഫീവർ ഉണ്ട്. അതിന് പനിയുടെ കൂട്ടത്തിൽ കുളിരും വിറയിലും ഇതിൻ്റെ ഒരു പ്രത്യേക ലക്ഷണമാണ്. ബാക്കിയുള്ള പനികൾക്കൊക്കെ ഉണ്ടാവും, എന്നാലും മലേറിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുളിരും വിറയിലും അതിൻ്റെ ഒരു സാധാരണ ലക്ഷണമായിട്ട് വരും. അതിൻ്റെ കൂടെ പനിയുടെ ഒരു ക്ഷീണം, കാരണം ഹീമോഗ്ലോബിൻ RBC മുഴുവൻ ചത്തുപോകും. അപ്പോൾ അനീമിയ വരും. പ്ലേറ്റ്ലെറ്റിന് ഇയാൾ കൂടെ പിടിച്ച് കൊന്നു കളയും. അപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇയാൾക്ക് പ്ലീഹ എന്ന് പറയും, സ്പ്ലീൻ എന്ന് പറയുന്നൊരു അവയവമുണ്ട്, അത് കുറച്ച് വലുതായിരിക്കും. അപ്പോൾ ഒരു പനി ഒരു രോഗി വന്ന് കാണിക്കുന്നു, 2 ദിവസം നമ്മൾ സാധാരണ മരുന്നുകൾ നമുക്ക് കൊടുത്തിട്ട് മാറുന്നില്ല, വീണ്ടും ശക്തമായ കുളിരും വിറയിലും. പിന്നെ അദ്ദേഹത്തിന് ഹീമോഗ്ലോബിൻ നേരത്തെ പറഞ്ഞു നോക്കുമ്പോൾ ഹീമോഗ്ലോബിൻ്റെ റിഡക്ഷൻ, RBC ചാവുന്നതിൻ്റെ ലക്ഷണമായിട്ട് ബിലിറുബിൻ കൂടും. ഓക്കെ, ബിലിറുബിൻ കൂടിയിട്ട് നമുക്ക് കാണും. അങ്ങനെ ബിലിറുബിൻ കൂടുകയും ഇതേപോലെ ഹീമോഗ്ലോബിൻ കുറയുകയും പ്ലേറ്റ്ലെറ്റ് കുറയുകയൊക്കെ ചെയ്താൽ പനി ഇങ്ങനെ നിൽക്കുന്നുണ്ടെങ്കിൽ എന്തായാലും നമ്മളൊരു മലേറിയ പാരസൈറ്റിന് നമ്മൾ സെർച്ച് ചെയ്യും. അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് ഈ മലേറിയ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് വളരെ ഈസിയാണ് നമുക്ക് അവർക്ക് അതിൻ്റെ ട്രീറ്റ്മെൻറ്റ്, കാരണം അതിന് നമുക്ക് നാഷണൽ ഗൈഡ് ലൈൻസ് ആയിട്ട് ട്രീറ്റ്മെൻ്റ് ഉണ്ട്. അപ്പോൾ ഇതിന് റാപ്പിഡ് മലേറിയൽ ടെസ്റ്റുകളുണ്ട്. ഇപ്പോഴും നമുക്ക് കിറ്റുകൾ അവൈലബിൾ ആണ്. അതേപോലെ തന്നെ പെരിഫ്രസ്മിയർ എന്നുള്ള പരിശോധനയാണ്. ഇത് വെച്ച് മലേറിയ എളുപ്പത്തിൽ കണ്ടുപിടിക്കാം. പണ്ടൊക്കെ മലേറിയ കൊണ്ട് മരണമൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ മലേറിയയ്ക്ക് എന്തില്ല, മരണമേ ഇപ്പം നമുക്ക് ഉണ്ടാക്കാറില്ല. കാരണം അത്രയും വളരെ ലേറ്റായിട്ട് കണ്ടുപിടിച്ചാലൊക്കെയുള്ളൂ. സെറിബ്രൽ മലേറിയ എന്നുള്ള കോംപ്ലിക്കേഷൻസ് വന്നാലൊക്കെ മരണമുള്ളൂ. പിന്നെ ചോദിച്ചിട്ടുണ്ടായിരുന്നത് വൈറൽ ഹെപ്പറ്റൈറ്റിസിനെ പറ്റിയിട്ടാണ്, ടൈഫോയിഡ്. അപ്പോൾ ഇതിന് വൈറൽ ഹെപ്പറ്റൈറ്റിസിനെ നമ്മൾ കാണുകയാണെങ്കിൽ നമുക്കിപ്പം വളരെ സർവ്വസാധാരണ വൈറൽ ഹെപ്പറ്റൈറ്റിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചില പ്രദേശങ്ങളിലൊക്കെ ചിലപ്പോൾ കല്യാണം വീടുന്നതായിരിക്കും ഒരു വൈറൽ ഹെപ്പറ്റൈറ്റിസ്. നമ്മൾ സോഴ്സ് കണ്ടുപിടിക്കാനുള്ളൊരു ഹെൽത്ത് സർവീസ് നോക്കുമ്പോൾ കല്യാണ വീടൊക്കെ ആയിരിക്കും. ആ കല്യാണ വീട്ടിൽ പോയ എല്ലാവർക്കും വൈറൽ ഹെപ്പറ്റൈറ്റിസ് കിട്ടും. അപ്പോൾ ഈ വൈറൽ ഹെപ്പറ്റൈറ്റിസ് എന്ന് പറഞ്ഞാൽ അതൊരു വൈറസാണ്. വൈറസ് ഹെപ്പറ്റൈറ്റിസ് A ഉണ്ട്, E ഉണ്ട്. കോമൺ ആയിട്ട് നമുക്ക് ഇങ്ങനെ ഈ വെള്ളത്തിലൂടെ ഫീക്കോ ഓറൽ ട്രാൻസ്മിഷൻ എന്ന് പറയും. അതായത് മലമൂത്ര വിസർജനം പല സ്ഥലങ്ങളും നടത്തുമ്പോൾ അതുമായിട്ട് കോണ്ടാക്റ്റ് വരുന്ന ഈ വെള്ളം, ഇപ്പോൾ നമ്മളൊരു ചില കിണറ്റിലായിരിക്കും ഉണ്ടാവുക. അപ്പോൾ അങ്ങനത്തെ ആ കിണറ്റത്തെ വെള്ളമായിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നത്. ചിലപ്പോഴും ഞാൻ കണ്ടിട്ടുണ്ട് ഈ ചില നമ്മളുടെ ഈ കക്കൂസിൻ്റെ ടാങ്കുകൾ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് മോട്ടർ ഉപയോഗിക്കും. ഓക്കെ, ആ മോട്ടർ തന്നെ ആയിരിക്കും അവർ പിന്നീട് കിണർ വെറ്റിക്കാനും ഉപയോഗിക്കുന്നത്. അങ്ങനെ ഞാൻ ചില സ്ഥലങ്ങൾ അങ്ങനെ നമുക്ക്, അപ്പോൾ അതുകൊണ്ട് ഞാൻ പല ഇതും ഞാൻ ചിലപ്പോഴും അങ്ങനെ നോട്ടീസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ക്ലീൻഡ് അല്ല എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഇങ്ങനെ നമ്മൾ ചിന്തിക്കുക എന്തുകൊണ്ടാണ് ഇവർക്കൊക്കെ വന്നിട്ടുണ്ടാവുക എന്നുള്ളത് ആലോചിക്കുമ്പോഴാണ് ഇങ്ങനെയൊക്കെ പല മെത്തേഡ്സിലും അത് സ്പ്രെഡ് ആവുന്നുണ്ട്. അപ്പോൾ ഫീക്കോ ഓറൽ ട്രാൻസ്മിഷനാണ് അശുദ്ധമായ. അപ്പോൾ നമ്മൾ ചിലപ്പോൾ ഈ വെള്ളം പല സ്ഥലത്തുനിന്നും ക്യാരി ചെയ്യുന്ന വെള്ളമായിരിക്കും. ബീച്ച് സൈഡിലൊക്കെ ചിലപ്പോൾ ആ വെള്ളത്തിൽ നിന്നായിരിക്കും മൈസ് ഒരതി ഇങ്ങനെയൊക്കെ കഴിക്കുന്നുണ്ടാവും ചില ആൾ. അല്ലെങ്കിൽ അങ്ങനെ പല കണ്ടാമിനേറ്റഡ് വാട്ടറിൽ തിളപ്പിക്കാതെ വാട്ടർ ഉപയോഗിച്ചുണ്ടാക്കുന്ന ചില പാനീയങ്ങളൊക്കെ കുടിക്കുന്നതിലൂടെ ആയിരിക്കും ആൾക്കാർക്ക് ഇത് സ്പ്രെഡ് വരുന്നത്. ഇത് വന്നു കഴിഞ്ഞാൽ ബാക്കിയുള്ള അസുഖത്തിന് പോലെ ഭയങ്കരമായ പനിയൊന്നും സാധാരണഗതിയിൽ കാണില്ല. പലപ്പോഴും ആളുകൾ ക്ഷീണം എന്ന് പറഞ്ഞിട്ട് ഒരു ഹെൽത്ത് സെൻ്ററിൽ പോയിട്ട് ഒരു LFT ചെക്ക് ചെയ്യുമ്പോഴായിരിക്കും വൈറൽ ഹെപ്പറ്റൈറ്റിസ് കണ്ടുപിടിക്കുക. അല്ലെങ്കിൽ ഓക്കാനും ഛർദി, ഇതായിരിക്കും അതിൻ്റെ ലക്ഷണം. ഭക്ഷണം കഴിക്കാൻ വേണ്ട. ചിലപ്പോൾ പനി ഉണ്ടാവും കേട്ടോ, പനിയുടെ കൂട്ടത്തിലും വരാം. ചില ആളുകൾ ഇത് കണ്ടുപിടിക്കുന്നത് കുറച്ചുകൂടി ഈ റൂട്ടീൻ ചെക്കപ്പിലായിരിക്കും. അല്ലെങ്കിൽ ഒരാൾക്ക് വന്നതുകൊണ്ട് എനിക്കും അതേ ലക്ഷണമുള്ളപ്പോൾ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ അവർക്ക് എന്ത് വരും, ഈ ഹെപ്പറ്റൈറ്റിസ് എന്ന് പറയും. അപ്പോൾ ഹെപ്പറ്റൈറ്റിസ് Aയും Eയുമാണ് ഇങ്ങനെ വരുന്നത്.
ചില ആളുകൾക്ക് മൂത്രത്തിൽ വറ്റക്കെട്ട് നോക്കും, മൂത്രത്തിൻ്റെ കളറ്, ദാറ്റ്സ് എഗെയിൻ ഗുഡ് ടെസ്റ്റ്. അതായത് മഞ്ഞ കളറ്, കാരണം മഞ്ഞ കളറ് മൂത്രം കാണുന്നു, എഗെയിൻ അതിൻ്റെ അർത്ഥം ലിവർ തകരാറിലായി എന്നാണ്. അപ്പോൾ വൈറൽ ഹെപ്പറ്റൈറ്റിസ് സാധാരണഗതിക്ക് പ്രശ്നമൊന്നും ഉണ്ടാക്കില്ല. പക്ഷേ ചില പൊണ്ണത്തടിയുള്ള ആൾക്കാർക്കോ അല്ലെങ്കിൽ കോംപ്ലിക്കേഷനുള്ള ആൾക്കാർക്കൊക്കെ വൈറൽ ഹെപ്പറ്റൈറ്റിസ് വന്നാൽ അത് തലച്ചോറിനെ ബാധിക്കും. ഹെപ്പാറ്റിക് എൻകെഫലോപ്പതി എന്നുള്ള ഇപ്പോൾ കുറച്ച് വൈറൽ ഹെപ്പറ്റൈറ്റിസുകൾ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ട് കാണാറുണ്ട്. ഇത് കണ്ടുപിടിക്കാനും വളരെ എളുപ്പമാണ്. ഹെപ്പറ്റൈറ്റിസ് നമുക്കതിൻ്റെ കാർഡ് ടെസ്റ്റുകളുണ്ട്. ലിവറിൻ്റെ പ്രവർത്തനം നമ്മൾ നോക്കിയാൽ ഈ ALT AST നേരത്തെ ഞാൻ പറഞ്ഞില്ല, അത് 1000 കൂടുതലായിരിക്കും സാധാരണ ആളുകൾക്ക്. എന്നിട്ട് നമുക്കിതിൻ്റെ 4 കാര്യങ്ങൾ ശ്രദ്ധിക്കണം. എപ്പോഴും വൈറൽ ഹെപ്പറ്റൈറ്റിസ് രോഗിക്ക് നമ്മളെപ്പോഴും അവരെ മോണിറ്റർ ചെയ്യുമ്പോൾ 4 കാര്യങ്ങൾ എപ്പോഴും നമ്മൾ, കാരണം ഇത് തലച്ചോറിനെ ബാധിക്കാനുള്ള ഹെപ്പാറ്റിക് എൻകെഫലോപ്പതി ഉണ്ടാക്കുന്നത് കൊണ്ട് ആ രോഗിക്ക് നിർത്താത്ത ഓക്കാനും ഛർദി ഉണ്ടെങ്കിൽ അതൊരു ഡേഞ്ചറസ് ലക്ഷണമാണ്. രണ്ടാമത്തെ കാര്യം, അവർക്ക് എന്തെങ്കിലും ബ്ലീഡിങ് മാനിഫെസ്റ്റേഷൻസ് വരാം. പിന്നെ അവരുടെ അടുത്ത പ്രോബ്ലം എന്ന് പറഞ്ഞാൽ നമുക്ക് ഡോക്ടേഴ്സിന് INR എന്ന് പറഞ്ഞിട്ടൊരു പരിശോധനയുണ്ട്, അത്. പിന്നെ ലിവറിൻ്റെ സ്പാൻ, ഇതൊക്കെയാണ് നമ്മളൊരു ഡോക്ടർ മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുക. രോഗിക്ക് ഭക്ഷണം കഴിക്കാനുള്ള വിശപ്പ് വന്നു, ഓക്കാനും ഛർദി കുറഞ്ഞു, ഓക്കെ, ഇങ്ങനത്തെയൊക്കെ ലക്ഷണങ്ങൾ വന്ന് ലിവർ ഫംഗ്ഷനിൽ INR 1.5 താഴെയായി എന്ന് പറഞ്ഞാൽ സുഖമായിട്ട് ഡിസ്ചാർജ് ചെയ്തിട്ട് വീട്ടിൽ പോയിട്ട് അവർ റെസ്റ്റ് എടുക്കണം. ഇവർ എണ്ണമെഴുക്ക് ഇതൊക്കെയുള്ള ഭയങ്കര കൊഴുപ്പ് കൂടിയ ഭക്ഷണങ്ങളൊന്നും ആ സമയത്ത് കഴിക്കരുത്. പിന്നെ ഒരു തെറ്റിദ്ധാരണ ആൾക്ക് ഉപ്പ് കഴിക്കരുത്, കുളിക്കരുത്, അങ്ങനെയൊന്നുമില്ല. പക്ഷേ നമുക്ക് ഈ ലിവറിൻ്റെ പ്രവർത്തനം മോശമായതുകൊണ്ട് കുറച്ച് കൊഴുപ്പടങ്ങിയ സാധനങ്ങൾ കുറച്ചൊന്ന് കുറച്ചാൽ അവർക്ക് പെട്ടെന്നൊരു റിക്കവറി കിട്ടും. പിന്നെ ഈ കണ്ണിൻ്റെ മഞ്ഞൾ, ഇപ്പോൾ എല്ലാ ആളുകളും നമ്മൾ ഇവിടുന്ന് ഡിസ്ചാർജ് ചെയ്യുക അവരുടെ ഹോബിയാണ് ബിൽറുബിൻ പോയിട്ട് ചെക്ക് ചെയ്യും. എന്നിട്ട് ബിൽറുബിൻ കുറയുന്നില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് അവർക്ക് യാതൊരു ലക്ഷണം ഉണ്ടാവില്ല. ബിൽറുബിൻ കുറച്ച് ദിവസത്തേക്ക് കൂടിയിരിക്കും. അത് ഈ ബിൽറുബിൻ എന്ന് പറഞ്ഞാൽ ആൽബുമിനായിട്ട് ബൗണ്ടാണ്. 21 days അതിൻ്റെ ഹാഫ് ലൈഫ്. ബിൽറുബിൻ കുറയാൻ കുറച്ചുകൂടി സമയം എടുക്കും. അപ്പോൾ നമ്മളൊരു ചോറ് വെന്തോ നോക്കുന്നത് എങ്ങനെയാണ്? നമ്മൾ കഞ്ഞിവെള്ളം കുടിക്കുകയോ അരി തിന്നുമോ? അരി നോക്കിയിട്ടല്ലേ, അതിൽ തന്നെ കഞ്ഞിവെള്ളം. അതേപോലെ ഒരു വൈറൽ ഹെപ്പറ്റൈറ്റിസ് മാറിയോ നോക്കാൻ നമ്മൾ ഒരിക്കലും ബിൽറുബിൻ ചെക്ക് ചെയ്യരുതെന്ന് ഞാൻ സാധാരണ ആൾക്കാരുടെ അടുത്ത് പറഞ്ഞു കൊടുക്കുന്നത്. കാരണം ഇവർക്ക് ബിൽറുബിൻ മാത്രം, അതൊരു ഘടകമാണ് ബിൽറുബിൻ, അത് മാത്രം വെച്ചിട്ട് നോക്കും, അത് കൂടി വരുന്നല്ലോ. അപ്പോൾ അങ്ങനെ ഒരിക്കലും നമ്മൾ ആ ഒരു കൺസെപ്റ്റിൽ പോകരുത്. ഡോക്ടറെ കണ്ടിട്ട് ഇത് എല്ലാ ദിവസവും പോയിട്ട് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കും, അതിനൊന്നും ആവശ്യമില്ല. ഇപ്പം ഞാൻ പറഞ്ഞ ഓക്കാനും ഛർദി അങ്ങനത്തെ ലക്ഷണങ്ങളൊന്നുമില്ല, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, ഭക്ഷണം കഴിക്കാൻ പറ്റുന്നുണ്ട്, അവർ സാധാരണ പോലെ പോയി. പിന്നെ ഞാൻ പറഞ്ഞ വാർണിംഗ് സിഗ്നൽസോ സിംറ്റംസോ ഉണ്ടെങ്കിൽ മാത്രം നമ്മൾ INR ചെക്ക് ചെയ്യുക. ഓക്കെ, എന്നിട്ടാണ് നമ്മൾ ഡോക്ടറിനെ കാണിക്കുന്നത്. അല്ലാതെ ഓരോ ദിവസവും പോയിട്ട് നമ്മൾ ബിൽറുബിൻ ചെക്ക് ചെയ്യുന്നതൊക്കെ തെറ്റായ രീതികളാണ്. പിന്നെ ഒറ്റ കാര്യം, ഇതിൻ്റെ കൂട്ടത്തിൽ പല ആളുകളും ഇതിൻ്റെ ഒറ്റമൂലികൾ എന്ന് പറഞ്ഞിട്ട് കുറേ സംഗതികൾ എടുത്തിട്ട് ഇതിൻ്റെ കൂട്ടത്തിൽ പെട്ടെന്ന് കരൾ ശരിയാവാൻ എന്ന് പറഞ്ഞിട്ട് കഴിക്കുന്നതാണ്. അത് വളരെ ഹെപ്പറ്റോടോക്സിക് ആണ്. അത് കഴിച്ച പല ആളുകളുടെയും കരൾ ഗുരുതരമായ രീതിയിൽ തകരാറായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ദയവ് ചെയ്ത് കരളിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനാണ് ആഗ്രഹമെങ്കിൽ, ലിവർ ഓൾറെഡി തകരാറായിരിക്കുകയാണ്, അദ്ദേഹത്തിന് വേറെ ഒരു ഇഞ്ചറി ഉണ്ടാക്കരുത്. നമ്മുടെ സ്വന്തം കരളാണ്. എന്താണ് കരളും ഹൃദയവും തമ്മിലുള്ള വ്യത്യാസം എന്നറിയാമോ? കരൾ എന്നുള്ള അവയവം എന്ന് പറഞ്ഞാൽ അദ്ദേഹം എന്തെല്ലാം നമ്മുടെ അമ്മയും അച്ഛൻ്റെയും പോലെ അവരെന്ത് പരിക്കും എന്ത് ചെയ്യും, താങ്ങും. അവരൊരു ലക്ഷണം ഉണ്ടാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും അവർക്ക് തകരാറ് വരുമ്പോഴാണ്. ഹാർട്ട് എന്ന് പറഞ്ഞാൽ ഒരു കാമുകിയെ പോലെയാണ്. ഇതെൻ്റെ കൺസെപ്റ്റാണ്. ഹാർട്ടിന് നമുക്കൊരു ചെറിയ രക്തോട്ടം അതിലേക്ക് കുറഞ്ഞാൽ നിങ്ങൾക്ക് അപ്പം എന്ത് വരും? അയ്യോ, ആൻജൈന വരും. നിങ്ങളതിന് ചികിത്സ കൊടുത്തിട്ടില്ലെങ്കിലോ നിങ്ങൾ ഡെത്താവും. പക്ഷേ ലിവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുകൊണ്ടാണ് കരളെ എന്ന് പറഞ്ഞിട്ട് പാട്ട് കവി എഴുതിയിട്ട്. ഹൃദയമൊക്കെ ഡിഫറെൻറ്റ് ഓർഗൻസാണ്. അപ്പോൾ ആ ഹൃദയം എന്നുള്ള ഓർഗൻ പോലെയല്ല കരൾ. അപ്പോൾ കരളിനെ നമ്മൾ ഒരിക്കലും അതൊരു തകരാറിലിരിക്കുമ്പോൾ അതിനെ വീണ്ടും നമ്മൾ ഇഞ്ചുറി ആക്കരുത്. സാർ ഇപ്പോൾ ഒറ്റമൂലികളെ കുറിച്ച് പറഞ്ഞല്ലോ. സോഷ്യൽ മീഡിയ ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് ആളുകളെ. സോഷ്യൽ മീഡിയയിൽ കണ്ടിട്ടുള്ള ചികിത്സാ രീതികളൊക്കെ നമ്മളിപ്പോൾ വീട്ടിൽ തന്നെ പരിശോധിക്കുകയാണ്. അത് എത്രമാത്രം അപകടകരമാണ്? അത് ഞാൻ തിരിച്ചൊരു ചോദ്യം ചോദിക്കാം, അതിലൂടെ അതിൻ്റെ ഉത്തരം. ഇപ്പോൾ തനിക്കൊരു മീൻകറി ഉണ്ടാക്കണമെന്ന് വെച്ചാൽ താൻ ആരുടെ അടുത്ത് അഡ്വൈസ് എടുക്കും? അമ്മയുടെ അടുത്ത്, അച്ഛൻ്റെ അടുത്ത്? ഏറ്റവും നല്ല കുക്കാരായിരിക്കും വീട്ടിൽ? അമ്മ അല്ലേ? നിനക്കൊരു മൊബൈൽ വാങ്ങണം, നീ ആരുടെ അടുത്ത് അഡ്വൈസ് തേടും? നിൻ്റെ ഏറ്റവും അതിൽ എക്സ്പേർട്ടായ ഒരാളുടെ അടുത്ത് നീ യെസ് ഓർ നോ? യെസ്. അതെ. അപ്പം നമുക്ക് ഇത്രയും ആശുപത്രികൾ, നിങ്ങളൊരു പുറം രാജ്യത്ത് പോലെയല്ല, നമ്മുടെ ഈ കേരളത്തിൽ നിങ്ങൾക്ക് അത്രയും വിദഗ്ധരായ ഡോക്ടർമാരെ നിങ്ങൾക്ക് നിങ്ങളുടെ കൺമുമ്പിൽ നിങ്ങൾക്ക് അവരെ കാണാം, നിങ്ങൾക്ക് അവരുടെ അടുത്ത് പോവാം, നിങ്ങൾക്ക് അവരുടെ ചികിത്സ തേടാം, ഇല്ലേ? അപ്പോൾ ഇങ്ങനത്തെ ഏത് അവസ്ഥയാണോ നമുക്ക് വരുന്നത്, അതിൽ നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങൾക്ക്, നമ്മളൊരു വീട് ചെത്തി തേക്കുന്ന സമയത്ത് നമ്മളകത്ത് മെയ്സൻ്റെ അടുത്താണ് നമ്മൾ അഡ്വൈസ് എടുക്കുന്നത്, അല്ലേ? ആ മെയ്സൺ, ആ എഞ്ചിനീയർ, അല്ലാതെ നമ്മളൊരു വാട്സപ്പിൽ ഒന്നും നമ്മൾ എന്ത് ചെയ്യുന്നില്ല. പക്ഷേ എന്തിന് ചികിത്സയ്ക്ക് മാത്രം ആളുകൾ ഇങ്ങനെ എടുക്കുന്നു എന്നുള്ളത്
നമുക്ക് ഇത്രയും ബുദ്ധിയും വിവരമുള്ള ആളുകളാണ് ഇതൊക്കെ ഈ വാട്സപ്പ് ഡോക്ടേഴ്സിനെയും അതേപോലെ ചികിത്സാ രീതികളെയും മുഖത്ത് തേക്കുന്ന ക്രീമുകളെയും അല്ലെങ്കിൽ വെയിറ്റ് കുറയ്ക്കാനും പലതിനും ആളുകൾ വാട്സപ്പ് ആൻഡ് ഇൻസ്റ്റഗ്രാം കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നു. നിങ്ങൾക്ക് ഇത്രയും ഫെസിലിറ്റി ഇവിടെ ഉള്ളപ്പോൾ അത് അവരുടെ അഹമ്മതിയാണെന്നേ ഞാൻ പറയാറുള്ളൂ. കാരണം അത് അവർ അത് അനുഭവിക്കേണ്ടി വേണം. കാരണം അവർക്ക് ഇത്രയും ഓപ്ഷൻസ് ഇവിടെ ഉണ്ടായിട്ടും അവരെവിടേക്ക് പോകുന്നു? അവരിങ്ങനത്തെ ക്വാക്സിൻ്റെ അടുത്ത് പോകുന്നു. അതിൻ്റെ ആവശ്യം നമ്മളെ കേരളത്തിലില്ല. ശരിക്കും അത്രയും വെൽ എക്യുപ്ഡ് ആയിട്ടുള്ള കോളേജസും നമുക്ക് എല്ലാ ഫെസിലിറ്റീസും അവൈലബിൾ. അവർക്ക് ഡോക്ടറിനെ എപ്പോൾ വേണമെങ്കിലും അവർക്ക് കാണാം. ഈവനിങ് വരെ OP ഉണ്ട്, കാഷ്വാലിറ്റി സർവീസ് ഉണ്ട്. ഇതൊക്കെ ഇരിക്കെ നമ്മളിങ്ങനെ ചെയ്യുന്നതിന് എന്താണ് അർത്ഥമാക്കേണ്ടത് ശരിക്കും, അല്ലേ? തീർച്ചയായും അപകട സാധ്യത മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ അതിലേക്ക് വീഴുകയാണ്. നമ്മുടെ ശരീരം ഒരു പരീക്ഷണ വസ്തു ആക്കണമെന്ന് അവനവൻ തീരുമാനിക്കണം. ഞാൻ എൻ്റെ വായ തുറന്നൊരു മരുന്നകത്ത് കഴിക്കണമെങ്കിൽ അത് ഞാൻ ആരുടെ അഡ്വൈസ് പ്രകാരം എടുക്കണം എന്നുള്ളത് ചിന്തിക്കാനുള്ള കഴിവ് ആ രോഗിക്ക് അല്ലെങ്കിൽ ആ വ്യക്തിക്കുണ്ട്. അപ്പോൾ അയാളാണത് തീരുമാനിക്കുന്നത്. അതിന് നമുക്ക് അവരെ അതായത് നമുക്ക് ഇവരൊക്കെ ഉറക്കം ആളുകൾ ആക്ച്വലി. അപ്പോൾ അതുകൊണ്ട് അവരെ നമുക്ക് അവേക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അവരെ നമുക്ക് ഒരു അഡ്വൈസ് കൊടുത്തിട്ട് നമുക്ക് കാര്യമില്ല. ആദ്യം നമുക്ക് വേണ്ടത് ഒരു ഡോക്ടറിൽ പരിപൂർണ്ണ വിശ്വാസം വേണം. അദ്ദേഹത്തിൻ്റെ ചികിത്സയിൽ നമുക്ക് വിശ്വാസം വേണം. അവർ നമ്മൾ അർപ്പിച്ചു കൊടുത്താലേ അവർ നിങ്ങൾക്ക് കൃത്യമായ രീതിയിൽ അവരുടെ പ്രാഗൽഭ്യം നിങ്ങൾക്ക് തരുള്ളൂ. അപ്പോൾ നമ്മൾ അവരുടെ എക്സ്പെർട്ടൈസിൽ പോയിട്ട് നമ്മൾ കൊടുക്കണം, അവരുടെ ലക്ഷണങ്ങൾ പറഞ്ഞു കൊടുക്കണം. ഇപ്പോഴത്തെ ഏറ്റവും വലിയ പ്രശ്നം എന്താ വെച്ചാൽ നമ്മൾ ഡോക്ടറെ അടുത്ത് ചെന്ന് കഴിഞ്ഞാൽ അവരാദ്യം പറയും സാറേ കൗണ്ട് കൂടി. ഇപ്പോൾ ഇന്നലെ എൻ്റെ അടുത്ത് രോഗി പറഞ്ഞു സോഡിയം കുറഞ്ഞിട്ട് വന്നതാണ്, അപ്പോൾ അതിനുള്ള ഇൻഫെക്ഷൻ ഉണ്ട്. അപ്പം വാട്ട് ഈസ് ദെൻ മൈ ജോബ്? അപ്പോൾ എൻ്റെ ജോബ് എന്താ? അപ്പോൾ എനിക്ക് അതായത് അപ്പോൾ മേ ബി അവർ പറയുമായിരിക്കും പെട്ടെന്ന് ഡോക്ടർ കണ്ടുപിടിച്ചോട്ടെ അസുഖം എന്നുള്ളത് കണ്ടുപിടിക്കാനായിരിക്കും. അപ്പോൾ ഞാൻ പറയും അമ്മ എനിക്ക് ലക്ഷണങ്ങൾ പറഞ്ഞു തന്ന് രോഗിയെ പരിശോധിച്ചതിന് ശേഷം ഞാൻ പറയുന്ന പരിശോധനകൾ ചെയ്യുമ്പോൾ കൂടുതൽ അസുഖം കണ്ടുപിടിക്കാനും ചികിത്സ ചെയ്യാനും എളുപ്പമായിരിക്കും. അങ്ങനെ ഇപ്പോഴത്തെ ആളുകളെല്ലാവർക്കും ഒരു ഇൻവെസ്റ്റിഗേഷൻ ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു മൊഡാലിറ്റീസിലാണ് പോകുന്നത്. ഇപ്പോൾ ക്ലിനിക്കൽ മെഡിസിൻ എന്ന് പറഞ്ഞാൽ പണ്ട് കാലത്തൊക്കെ ഡോക്ടറെ കാണാൻ പോകുമ്പോൾ ഷർട്ട് അഴിച്ചിട്ടിരിക്കണമായിരുന്നു. എന്നിട്ട് നമ്മൾ പരിശോധന, അതായത് അങ്ങനൊരു ക്ലിനിക്കൽ പ്രാക്ടീസ് എന്നുള്ള സംഗതി 100% പെർഫോം ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് കൃത്യമായ രീതിയിൽ ഇന്നത്തെ കാലഘട്ടത്തിലും നമുക്ക് മോഡേൺ ഇൻവെസ്റ്റിഗേഷൻ്റെ കൂടെ ഈ രോഗി പരിശോധനയും കൂടി ഉണ്ടെങ്കിലേ എന്നാലേ ഒരു ഡോക്ടർ കൃത്യമായ രീതി, കാരണം ഇത്രയും രോഗികളുടെ ബാഹുല്യം കാരണം പലർക്കും ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. ഒരു രോഗിയെ മുഴുവനായും പരിശോധിക്കാൻ ആഗ്രഹം ഉണ്ടാവും. അപ്പോൾ ആ പരിശോധിച്ച് കഴിഞ്ഞതിന് ശേഷമാണ് നമുക്കൊരു പരിശോധന പറഞ്ഞ് ചികിത്സ എടുക്കുമ്പോഴാണ് അതിന് പരിപൂർണത വരുന്നത്. ടൈഫോയിഡ് ഇതേപോലത്തെ നേരത്തെ പറഞ്ഞ പോലത്തെ രോഗമാണ്. ഈ ടൈഫോയിഡ് നമുക്ക് വരുന്നത് കൂടുതലൊരു പാലുൽപ്പന്നങ്ങൾ, അതേപോലെ വെള്ളം, നമ്മൾ നേരത്തെ പറഞ്ഞില്ല വൈറൽ ഹെപ്പറ്റൈറ്റിസ് വരുന്ന അതേപോലെ നമ്മൾ ഈ ടൈഫോയിഡിനെ നമ്മൾ ഫീക്കോറൽ ട്രാൻസ്മിഷനാണ്. നമ്മളെ വയറ്റിലെത്തിയാൽ ഇദ്ദേഹം പെയേഴ്സ് പാച്ച് എന്നുള്ളൊരു സ്ഥലമുണ്ട് വയറ്റിനകത്ത്, അത് കൂടെ കയറിയിട്ടാണ് ഇദ്ദേഹം നേരെ കയറും. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ലിവറിൽ കയറുമെങ്കിലും ലിവറിന് അധികം പ്രശ്നം ഉണ്ടാക്കില്ല. നേരെ അദ്ദേഹം ലിവറിൽ നിന്ന് കയറി ഹാർട്ട്, ലങ്സ് ഇവിടേക്ക് എത്തിയതിന് ശേഷം നേരെ അദ്ദേഹം ബ്രെയിനിലോട്ട് കയറും. മെനിഞ്ചസ് കയറിയതിന് ശേഷം അദ്ദേഹം തിരിച്ച് ശരീരത്തിലെത്തി നമുക്ക് ഇദ്ദേഹം ഗോൾ ബ്ലാഡർ എന്നുള്ള സ്ഥലത്താണ് അദ്ദേഹം കൾച്ചർ ചെയ്യുക. ബോഡിയിൽ മുഴുവൻ അദ്ദേഹം എന്ത് ചെയ്യും? വ്യാപിക്കും. അങ്ങനെ ഈ ടൈഫോയിഡ് പനി കൂടുതൽ കാലം പനി എന്ന് പറയുന്നൊരു ലക്ഷണമായിരിക്കും ആദ്യം വരുന്നത്. അതിൻ്റെ കൂട്ടത്തിൽ ടൈഫോയിഡ് എന്നുള്ള പേര് വന്നത് എങ്ങനെയാണെന്ന് ഞാൻ പറയാൻ പറ്റുമോ? ആക്ച്വലി ടൈഫസ് നേരത്തെ ഞാൻ പറഞ്ഞില്ലേ. അപ്പോൾ ഈ ടൈഫസ് പനിയുടെ കാലഘട്ടത്തിൽ വേറൊരു തരം പനി അവർ കണ്ടു ആളുകൾ, ടൈഫസ് പോലെ തന്നെ, പക്ഷെ അതൊന്നും കുറച്ച് ലക്ഷണങ്ങൾ വ്യത്യാസം. അങ്ങനെയാണ് അവരതിന് ടൈഫോയിഡ് എന്ന് പേരിട്ടുള്ളത്. അപ്പോൾ ഈ ടൈഫോയിഡ് പനിക്ക് ആദ്യകാലങ്ങളിൽ ന്യൂറോളജിക്കൽ സിംറ്റംസ് ആയിരുന്നു. കാരണം അന്ന് ആൻറ്റിബയോട്ടിക്സ് അത്രയും ഇല്ലായിരുന്നു. ഇപ്പോൾ പക്ഷേ നമുക്ക് ആൻറ്റിബയോട്ടിക്സ് എടുക്കാൻ തുടങ്ങിയതിന് ശേഷം ഈ ന്യൂറോളജിക്കൽ സിംറ്റംസ് നമ്മൾ അത്രയും കാണാറില്ല. ഇപ്പം ഞാൻ പറഞ്ഞ ലക്ഷണങ്ങൾ എന്ന് പറഞ്ഞാൽ പനി വരും, കുളിരും വിറയലും ഉണ്ടാവും. അതിൻ്റെ കൂടെ ആദ്യം നമുക്ക് ചിലപ്പോഴൊരു വയറിന് ഇളക്കോ വയറ് വേദനയായിരിക്കും വരിക. അത് വന്നതിന് ശേഷം പിന്നീട് ഡ്രൈ കഫ്, ഭയങ്കര ഹെഡേക്ക്, ശക്തമായ തലവേദന, ഇതൊക്കെയാണ് പ്രാരംഭ ലക്ഷണങ്ങൾ. പിന്നീട് ഈ പനി ഇങ്ങനെ മാറാണ്ടിരിക്കും. കുറച്ച് ആൻറ്റിബയോട്ടിക്സ് കഴിക്കും, അപ്പോഴും ആൾക്ക് എന്ത് വരും? പനി മാറുന്നില്ല. അധികം നമ്മൾ കാണുക ബാംഗ്ലൂർ അല്ലെങ്കിൽ മംഗലാപുരം ഇങ്ങനെ പല സ്ഥലത്തു നിന്ന് റിട്ടേണിങ്സ് ആയിട്ടുള്ള സ്റ്റുഡൻസ് ഒക്കെ ആളുകൾ പനി മാറുന്നില്ല എന്ന് പറഞ്ഞ് വരുമ്പോഴാണ് നമ്മൾ ഒരു 10 ദിവസമൊക്കെ ആയിട്ടും പനി മാറുന്നുണ്ടാവില്ല. അങ്ങനെ വരുമ്പോഴാണ് സാധാരണ നമുക്കൊരു ടൈഫോയിഡിലേക്ക് നമ്മളൊന്ന് ചിന്തിക്കാം. അതിന് കുറച്ച് നമുക്ക് കാണുമ്പോൾ ആൾക്കാകെ സിക്കായിരിക്കും. നാക്കിനൊരു കോട്ട ടങ് എന്ന് പറയും. പൾസ് റേറ്റൊക്കെ അവർക്ക് റിലേറ്റീവ് ബ്രാഡിക്കാർഡിയ എന്ന് പറഞ്ഞ് കാണും. സ്പ്ലീനൊക്കെ കുറച്ച് വലുതായിരിക്കും. ഇങ്ങനെയൊക്കെയാണ് നമ്മൾ എക്സാമിൻ ചെയ്താൽ നമുക്ക് ഏകദേശം മനസ്സിലാവും. ഭയങ്കര എളുപ്പമാണ്. നമുക്ക് CBC നോക്കാം. CBC നോക്കിയാൽ ടോട്ടൽ കൗണ്ട് കുറവായിരിക്കും.
പിന്നെ പ്ലേറ്റ്ലെറ്റ് കൗണ്ട് ഗണ്യമായ രീതിയിൽ ചെറിയൊരു കുറവുണ്ടാവും. ലിവറിൽ നേരത്തെ ഞാൻ പറഞ്ഞല്ലോ ചെറിയൊരു എൻസൈംസ് കൂടും. പിന്നെ നമുക്ക് വൈഡാൽ എന്ന് പറയുന്നൊരു പരിശോധനയുണ്ട്. അതൊക്കെ ഇപ്പോൾ അത്ര സ്പെസിഫിക് ആയിട്ടുള്ള പരിശോധന, ബ്ലഡ് കൾച്ചറാണ് അതിൻ്റെ ഏറ്റവും സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റിഗേഷൻ. പിന്നെ പുതിയ പരിശോധനകളും ഈ ടൈഫോയിഡ് പനി കണ്ടുപിടിക്കാനുണ്ട്. ഇതിന് നമുക്ക് എംപിരിക്കലി വളരെ എളുപ്പത്തിൽ ചികിത്സിക്കാൻ പറ്റും. ചില ടൈഫോയിഡുകൾ നമ്മൾ കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ അതൊരു തലച്ചോറിനൊക്കെ ബാധിച്ച് വരുമ്പോൾ, ഹാർട്ടിനൊക്കെ ബാധിച്ചാൽ ചിലപ്പോൾ മരണസാധ്യത ഉണ്ടാവാറുണ്ട്. പക്ഷേ ടൈഫോയിഡൊക്കെ ഇപ്പോൾ നമുക്ക് വളരെ ഈസി ആയിട്ട് കണ്ടുപിടിച്ച് ചികിത്സിച്ച് മാറ്റാൻ പറ്റും. അപ്പോൾ ഈ ടൈഫോയിഡും പ്രിവെൻറ്റ് ചെയ്യേണ്ട രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ശുദ്ധമായിട്ടുള്ള തിളപ്പിച്ച വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ബാക്ടീരിയ ഒക്കെ അതിന് ചത്തുപോകും. പനി ഒരു രോഗലക്ഷണം മാത്രമാണ്, രോഗമല്ല എന്ന് ഡോക്ടർ പറഞ്ഞു. ക്യാൻസർ പോലുള്ള മാരക രോഗങ്ങളുടെ ലക്ഷണങ്ങളായി പനി വരാറുണ്ടോ? ചില ക്യാൻസറുകൾ ഫീവറായിട്ട് നമുക്ക് കാണാറുണ്ട്. അതായത് അത് വളരെ അപൂർവമായിട്ടുള്ളതാണ്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്ക് കിഡ്നിക്ക് വരുന്ന റീനൽ സെൽ കാർസിനോമ. ഓക്കെ, അതേപോലെ ചിലപ്പോഴും നമുക്ക് ഹെപ്പറ്റോമ, ലിവറിൽ മദ്യം കഴിച്ചിട്ട് ആൾക്ക് ഹെപ്പറ്റോസെല്ലാർ കാർസിനോമ. പിന്നെ നമുക്ക് അങ്ങനെ വരുന്നത് ഒരു ഹാർട്ടിന് ഒരു ലെഫ്റ്റ് ഏട്രിയൽ മിക്സോമ, ഒരു ഹാർട്ടിൻ്റെ ചേമ്പറിൻ്റെ അകത്ത് വരുന്നൊരു അസുഖമാണ്. അതിനൊക്കെ പനി ഒരു ലക്ഷണമായിരിക്കും. ഫീവർ മാറില്ല. അത് ക്യാൻസറിൻ്റെ അത് നമുക്ക് ഈ പനികളൊക്കെ നമ്മൾ റൂൾ ഔട്ട് ചെയ്തിട്ടാണ് നമ്മൾ അതിലേക്കൊക്കെ എത്തുക. അപ്പോൾ ആദ്യം തന്നെ നമ്മളതൊന്നും ഒരാൾ പിന്നെ ഈ നാളെ മുതൽ ആൾ ചിന്തിക്കരുത് പനി വന്നാൽ ഉടനെ അത് ക്യാൻസറിൻ്റെ ലക്ഷണമാണ്. അങ്ങനെ അതായത് ഒരു മത്തിക്കറിയിൽ മഞ്ഞളുണ്ടെങ്കിൽ അത് മത്തിക്കറിയാണെന്ന് പറയാൻ പറ്റുമോ? ഇല്ല. അതുപോലെ ഇതൊരു ചെറിയ ലക്ഷണമാണ്. അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ എന്ത് വിചാരിക്കരുത്, അതിനെ ജനറലൈസ് ചെയ്യരുത്. അപ്പോൾ ഈ ചോദ്യം ചോദിച്ചില്ല, പനി ക്യാൻസർ പോലെ അസുഖങ്ങളിൽ അപൂർവമായിട്ട് ലക്ഷണമാകും. ക്യാൻസർ അല്ലാത്ത കുറേ അസുഖങ്ങളുണ്ട്, പനി ആയിട്ടാണ് നമ്മൾ അവർ വരിക. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഒരു 15-16 വയസ്സായ പെൺകുട്ടി, പനി, ഇടയ്ക്കിടയ്ക്ക് വായിൻ്റെ അകത്ത് പുണ്ണ്, ഓക്കെ, ആ കുട്ടിക്ക് ജോയിൻറ്റുകൾക്കൊക്കെ വേദന, പനി മാറുന്നില്ല. ഇങ്ങനെ വരുമ്പോൾ നമ്മൾ അവരെ മുഖത്ത് നോക്കിയാൽ മുഖത്തൊരു ചുവപ്പ് കളറൊക്കെ കാണാം. അതിനെയാണ് നമ്മൾ മാലാർ റാഷ്, SLE എന്ന് പറഞ്ഞിട്ടൊരു അസുഖമുണ്ട്, സിസ്റ്റമിക് ലൂപ്പസ് എറിത്തമെറ്റോസ്. അതേപോലെ തന്നെ വാതസംബന്ധമായ പല അസുഖങ്ങൾക്കും ഫീവർ ഒരു ലക്ഷണമായിട്ട് കാണാം. പിന്നെ പനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആളുകൾക്ക് തോന്നും തണുപ്പ് സഹിക്കാൻ പറ്റുന്നില്ല, കോൾഡ് ഇൻടോളറൻസ്. ആ പേഷ്യൻ്റ് നമ്മൾ അടുത്ത് അവരുടെ പേര് ചോദിച്ചാൽ മതി. അപ്പോൾ അവർ പേര് പറയുമ്പോൾ തന്നെ നമുക്ക് അസുഖം മനസ്സിലാവും. എന്താ അസുഖം എന്നറിയാമോ? ഹൈപ്പോതൈറോയിഡ്സ്. തൈറോയിഡിൻ്റെ പ്രവർത്തനം കമ്മിയുള്ള ആളുകൾക്ക് കോൾഡ് ഇൻടോളറൻസ്. അതിനുവേണ്ടി ചില പേഷ്യൻ്റ് നമ്മൾ ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കുമ്പോൾ അവരുടെ കൈ ഇങ്ങനെ വേർത്തിരിക്കും, ഭയങ്കര വിറയലായിരിക്കും. അവർ പല ഡോക്ടേഴ്സിനെ കാണിച്ചിട്ടുണ്ടാവും. ഹാർട്ട് ഇടിപ്പ് കൂടുന്നു, വയറിളക്കം, ശരീരം മെലിഞ്ഞ് പോകുന്നു, ക്യാൻസർ ആണോ പേടി, ചെറിയ ചെറിയ കാര്യങ്ങളിൽ ആങ്സൈറ്റി. എന്ത് അസുഖത്തിൻ്റെ ലക്ഷണം എന്നറിയാമോ? നേരത്തെ പറഞ്ഞ തൈറോയിഡിൻ്റെ പ്രവർത്തനം കുറയുന്നതല്ലേ. ഇത് കൂടിക്കഴിഞ്ഞാൽ നമ്മളതിന് തൈറോടോക്സിക്കോസിസ്, അതും പനിയായിട്ടാണ് വരിക. ഓക്കെ, പിന്നെ വേറെ പനി ഇതേപോലെ തന്നെ വരുന്ന വേറെയും കുറേ അസുഖങ്ങളുണ്ട്. അതായത് പനി നമുക്ക് വരും, പക്ഷേ ആ പനിയുടെ ചില മരുന്നുകൾ കഴിച്ചാൽ, ചില മരുന്നുകൾ എടുത്തിട്ട് ചില ആൾക്കാർക്ക് തന്നെ ഡ്രഗ് ഫീവർ എന്ന് പറയും. അപ്പോൾ ആ മരുന്ന് നിർത്തിയാൽ തന്നെ അവരുടെ പനിയും നമുക്ക് മാറിപ്പോകും. ഈ അടുത്ത് ഞാൻ മഞ്ചേരി മെഡിക്കൽ കോളേജിൽ എക്സ്പീരിയൻസ് പറയാം. ഒരു 34 വയസ്സിൻ്റെ ഒരാൾ, അദ്ദേഹത്തിന് ഞാൻ ICU പോയിട്ട് കാണുമ്പോൾ അദ്ദേഹം വെൻറ്റിലേറ്ററിലായിരുന്നു. അപ്പോൾ അവരെ വൈഫിൻ്റെ അടുത്താണ് ഞാൻ ഹിസ്റ്ററി എടുക്കുന്നത്. അപ്പോൾ അവർക്ക് പനി തുടങ്ങിയിട്ട് ഒരു 6 മാസമായിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്ക് പനി വരും, വായിൽ മുഴുവൻ പുണ്ണ് വരും, ഇടയ്ക്കിടയ്ക്ക് പനി, ചുമ, കഫക്കെട്ട് വരുന്നുണ്ട്. ഇത്തവണ അവർക്ക് ഓക്കാനും ഛർദി വന്നപ്പോൾ അവർ ആശുപത്രിയിൽ പോകുന്നു. അവിടുന്ന് അവരുടെ സോഡിയം കുറയുന്നു, പൊട്ടാസ്യം കുറയുന്നു, കൈയും കാലും തളർന്നു പോകുന്നു. ഇവിടെ വന്നപ്പോഴേക്ക് അദ്ദേഹത്തിന് ബോധം പോകുന്നു. അങ്ങനെ അദ്ദേഹത്തെ ICUലാക്കി. അപ്പോൾ ഇവിടെ വന്നതിന് ശേഷം പനി അത്രയില്ല, ഇപ്പോൾ വെൻറ്റിലേറ്റ് ചെയ്തിട്ടുണ്ട് ഈ ബോധം ഒക്കെ പോയതുകൊണ്ട്. അപ്പോൾ ഞാൻ അദ്ദേഹത്തെ പരിശോധിച്ച് നോക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ നമ്മൾ പരിശോധനയ്ക്ക് ക്രീനിയൽ നെർവ്സ് എന്ന് പറയും, അതായത് 6ാമത്തെ ശിരോനാഡി 2 ഭാഗത്തും തളർന്നു പോയിട്ടുണ്ട്. നെക്ക് സ്റ്റിഫ്നെസ്, ഞാൻ നോക്കുമ്പോൾ കാലിന് പ്ലാന്റാർ റിഫ്ലെക്സ്, അതൊക്കെ അപ്പ് ഗോയിങ്. അത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഇതൊരു ഫോക്കൽ ന്യൂറോളജിക്കൽ സയൻസ്, തലച്ചോറിനെ ബാധിക്കുന്ന ഒരു പനിയാണ്. അപ്പോൾ നമ്മളതിനെ കൂട്ടി വായിക്കേണ്ടത് ഇടയ്ക്കിടയ്ക്ക് പനി വരുന്നു, ഓറൽ അൾസേഴ്സ് വരുന്നു, അതിന് കൂടുതൽ തലച്ചോറിനെ ബാധിച്ചിരിക്കുന്നു. അപ്പോൾ ഇങ്ങനെ ഇത്രയും കാലമായിട്ട് വരുന്നൊരു പനി അതിൽ ഇങ്ങനെ വരുമ്പോൾ നമ്മൾ 2 DDs നമ്മൾ കൺസിഡർ ചെയ്യുക. ഒന്ന് നമുക്ക് ന്യൂറോബേഴ്സെറ്റ്സ് എന്ന് പറയുന്നൊരു പ്രത്യേക ഒരു വാതസംബന്ധമായ അസുഖം. രണ്ടാമത്തത് സർവ്വസാധാരണമായിട്ടുള്ള TB മെനിഞ്ചൈറ്റിസ്, ട്യൂബർക്കുലോസ് എന്ന് പറഞ്ഞിട്ടൊരു മൈക്കോബാക്ടീരിയൻ TB തലച്ചോറിനെ ബാധിക്കും. അപ്പോൾ അന്ന് തന്നെ നമ്മുടെ സീനിയർ റെസിഡൻറ്റ് നട്ടൽ കഴിച്ച് വെള്ളമെടുത്ത് അതിനെ പരിശോധിച്ച് TBയുടെ അതേപോലെ അങ്ങനെ നമ്മൾ ATT അപ്പോൾ തന്നെ നമ്മൾ TBയുടെ മരുന്ന് നെക്സ്റ്റ് ഈവനിങ് തന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. 2 ദിവസം കഴിഞ്ഞപ്പോൾ ആൾ നല്ല റിക്കവറി,
നമ്മൾ എക്സ്റ്റുബേറ്റ് ചെയ്തു. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ വൈഫിൻ്റെ അടുത്ത് പറയായിരുന്നു ഇങ്ങനെ, സാർ മക്കൾ അനാഥരായി പോവോ, ഇവിടെ തന്നെ കിടത്തണോ? അപ്പോൾ നമുക്ക് ഇങ്ങനത്തെ അസുഖങ്ങളെ നമുക്ക് ഏർലി ഡയഗ്നോസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വളരെ എളുപ്പത്തിൽ ട്രീറ്റ് ചെയ്ത് അവർ ഡിസ്ചാർജ് ചെയ്ത് പോകുമ്പോൾ അവരുടെ മുഖത്ത് വന്നൊരു സന്തോഷം എന്ന് പറയുന്നതാണ് നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ പ്രതിഫലം. അപ്പോൾ ബാക്കി ഇപ്പം നമ്മളിങ്ങനെ ഒരു വൃത്തിയായ രീതിയിൽ രോഗിയെ പരിശോധിച്ച് അസുഖം കണ്ടുപിടിക്കുമ്പോഴാണ് ഇങ്ങനത്തെ തലച്ചോറിനെ ബാധിക്കുന്ന പനികളുണ്ട്. ഈ TB മെനിഞ്ചൈറ്റിസ് ഇപ്പം ഞാൻ പറഞ്ഞല്ലോ. ഇതേപോലത്തെ ഒരു അസുഖമാണ് നിപ്പ എൻകഫലൈറ്റിസ്. നിപ്പയെ പറ്റി കേട്ടിട്ടുണ്ടാകും. എൻകഫലൈറ്റിസ്, മസ്തിഷ്ക ജ്വരം. ഇപ്പം നമുക്കറിയാം അമീബിക് മെനിങ്കോ എൻകഫലൈറ്റിസ്. ഇങ്ങനത്തെയൊക്കെ അസുഖങ്ങൾ തലച്ചോറിനെ ബാധിക്കുന്ന പനികളാണ്. നിപ്പ എന്ന് പറയുന്നത് വളരെ മാരകമായ അസുഖമായിരുന്നു. അതിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും കാലിക്കറ്റിൽ നമ്മൾ നിപ്പ രോഗികളെ ട്രീറ്റ് ചെയ്തതും. അതേപോലെ തന്നെ അതിൻ്റെ ലക്ഷണങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പനിയുടെ കൂട്ടത്തിൽ ഈ നെർവസ് സിസ്റ്റത്തെയാണ് കൂടുതൽ ബാധിക്കുന്നത്. അപ്പോൾ എൻകഫലൈറ്റിസ്, സംസാരത്തിൽ വരുന്ന വ്യത്യാസം, അപസ്മാരം, അതിന് കൂടുതൽ ലങ്സിനെ ബാധിക്കും. ARDS, ഹാർട്ടിനെ ബാധിക്കും. അപ്പോൾ ഈ പ്രത്യേകത എന്താ വെച്ചാൽ പനി തുടങ്ങി 2-3 ദിവസത്തിനുള്ളിൽ ഇതെല്ലാം വരും. ഒരു 5ാമത്തെ ദിവസമൊക്കെ ആകുമ്പോഴേക്കും അദ്ദേഹത്തിന് അപസ്മാരം, ഒരു 7th ഡേ വരെയൊക്കെ അവരെന്ത് ചെയ്യുള്ളൂ, ഇതൊരു ഫസ്റ്റ് ഫേസിൽ ആദ്യം വരുന്ന ആൾ സർവൈവ് ചെയ്യുള്ളൂ. അപ്പോൾ ഇങ്ങനത്തെ ഒരു അസുഖത്തിൽ ഒരു പ്രത്യേക ഫൈൻഡിങ് ഉണ്ട്, സെഗ്മെൻ്റൽ മയോക്ലോണസ് എന്ന് പറയും. നമുക്ക് ഈ പേഷ്യൻറ്റിനെ പരിശോധിക്കും, കാലൊക്കെ വെച്ചിട്ട് അവർ പ്രത്യേക മയോക്ലോണിക് ജേഴ്സ് കാണിക്കും. അപ്പോൾ ഇതൊക്കെ നമുക്ക് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് രോഗിയുടെ ലക്ഷണങ്ങൾ തന്നെ നമുക്ക് ഡയഗ്നോസ് ചെയ്യാനുള്ള കഴിവ് അധിക ഡോക്ടേഴ്സിനുണ്ട്. അങ്ങനെയാണ് നമ്മൾ പലപ്പോഴും പരിശോധന വരുന്നതിന് മുമ്പേ, ഞാൻ നേരത്തെ പറഞ്ഞില്ല, രോഗിയെ നമ്മൾ ഹിസ്റ്ററി എടുക്കുക, എക്സാമിനേഷൻ ചെയ്യുക. അതിലൂടെ തന്നെ നമുക്ക് ഈ പനി നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഞാനൊരു മെസ്സേജായിട്ട് പറഞ്ഞിട്ടാണെങ്കിൽ, നമ്മളൊരു പനി എന്ന് പറയുന്ന ഒരു ലക്ഷണമായിട്ട് കാണുക, അതിൻ്റെ ഡീകോഡിങ് ജസ്റ്റ് ലൈക്ക് നമ്മളൊരു ഇൻവെസ്റ്റിഗേഷണൽ അപ്രോച്ച്. ഐ ഓൾവേസ് സേ ലൈക്ക് എ ഷെർലക് ഹോംസ്. നമ്മൾ എന്ത് ചെയ്യണം, കണ്ടുപിടിക്കണം ആരാണ് കില്ലർ. ഓക്കെ, ആ പനി ഉണ്ടാക്കുന്ന ആളാരാണെന്ന് കണ്ടുപിടിക്കണമെങ്കിൽ നിങ്ങളുടെ അപ്രോച്ച് എന്ന് പറഞ്ഞാൽ ഓർഗൻ ഓറിയൻറ്റഡ് അപ്രോച്ച്. ഏതെല്ലാം അവയവത്തെ ഈ കില്ലർ ബാധിച്ചു. ഓക്കെ, ആ ഓർഗൻസിനെ നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ TB മെനിഞ്ചൈറ്റിസ് എങ്ങനെ നമ്മൾ അവിടേക്ക് എത്തുന്നു. അപ്പോൾ രോഗിയെ നമ്മൾ മെറ്റിക്കുലസ് ആയിട്ട് ഹിസ്റ്ററി എടുക്കണം. പനി ആദ്യത്തെ ലക്ഷണം, 2ാമത്തെ ലക്ഷണം എന്ത്, 3ാമത്തെ ലക്ഷണം എന്ത്, ഇങ്ങനെ പറഞ്ഞ് ഓരോ ലക്ഷണവും അതിൻ്റെ പടിപടിയായി നമ്മൾ ആ രോഗിയുടെ കൂടെ സഞ്ചരിച്ച് ഇപ്പോഴിരിക്കുന്ന ലക്ഷണങ്ങൾ എത്ര ദിവസം കൊണ്ട് എത്തി, അതായത് പനി തുടങ്ങി എത്ര ദിവസത്തിലാണ് തലച്ചോറിനെ ബാധിച്ചത്. കാരണം പനി തുടങ്ങി 2 ദിവസം കൊണ്ട് തലച്ചോറിനെ ബാധിക്കുന്ന അസുഖം ഉണ്ട്. പനി തുടങ്ങി 5 ദിവസം കഴിഞ്ഞ് തലച്ചോറിനെ ബാധിക്കുന്ന അസുഖമുണ്ട്. പനി തുടങ്ങി 15 ദിവസം കഴിഞ്ഞ് തലച്ചോറിനെ ബാധിക്കുന്ന അസുഖമുണ്ട്. അപ്പം നെവർ ആഡ് എനി സിംറ്റംസ്. ഒരിക്കലൊരു പനി വന്നു കഴിഞ്ഞാൽ എനിക്ക് പനി ഉണ്ടല്ലോ, അപസ്മാരം ഉണ്ടല്ലോ, എന്നാൽ ഇതായിരിക്കും, അങ്ങനെ വിചാരിക്കരുത്. പനി തുടങ്ങി എത്രാമത്തെ ദിവസമാണ് ഈ ലക്ഷണം വന്നത് എന്ന് മാത്രമേ നമുക്ക് ആ ഡയഗ്നോസ് കറക്റ്റ് കിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ ആദ്യം പറഞ്ഞത് വൃത്തിയായ രീതിയിൽ നമ്മൾ എന്ത് ചെയ്യണം, രോഗിയുടെ ലക്ഷണങ്ങളെ നമ്മൾ അനലൈസ് ചെയ്യണം. അടുത്തത് നമ്മൾ രോഗിയെ പരിശോധിക്കണം. പരിശോധിച്ച് കഴിഞ്ഞിട്ട് പരിശോധനകൾ നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, ആദ്യത്തേത് ഇപ്പോൾ എലിപ്പനി കണ്ടുപിടിക്കാൻ ഫസ്റ്റ് ഡേയിൽ നമ്മൾ പരിശോധന ചെയ്തിട്ട് കാര്യമില്ല. ഒരു വെയിറ്റ് ഫോർ 5 to 7 days. അപ്പോൾ ഇനി നമ്മൾ കൊടുക്കേണ്ട പരിശോധനകൾ, ഏതൊക്കെ പരിശോധനകൾ പനി തുടങ്ങി എത്ര ദിവസത്തിനുള്ളിൽ ചെയ്യണമെന്ന് ആ എഴുതുന്ന ആൾക്ക് കൃത്യമായ ധാരണ ഉണ്ടാവണം. അതിന് ഇപ്പോൾ നമുക്ക് പനി തുടങ്ങി 5 ദിവസത്തിനുള്ളിൽ ഞാൻ IgM ലെപ്റ്റോ ചെയ്തു, അത് നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ എനിക്ക് എലിപ്പനി ഇല്ലയെന്ന് പറയാൻ പറ്റില്ല. കാരണം എന്താണ്, ഞാൻ ചെയ്യേണ്ട ടെസ്റ്റ് അത് 5th ഡേ കഴിഞ്ഞ് 7th ഡേയിലാണ്. ഓക്കെ, അപ്പോൾ എന്തെല്ലാം പരിശോധന എപ്പോഴൊക്കെ ചെയ്യണമെന്ന് നമ്മൾ ബോധ്യവാനാവണം. അത് കഴിഞ്ഞതിന് ശേഷമാണ് ഇൻ്റർപ്രട്ടേഷൻ. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഡയഗ്നോസ് എത്തിക്കഴിഞ്ഞാൽ നമ്മളതിൻ്റെ ട്രീറ്റ്മെൻറ്റ്. അപ്പോൾ ഇങ്ങനൊരു അപ്രോച്ച് എടുത്തു കഴിഞ്ഞാൽ പനിയെ നമുക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാം, ഡീകോഡ് ചെയ്യാം. അതിന് നമുക്ക് ഇന്ന് എല്ലാ ഫെസിലിറ്റീസും അവൈലബിൾ ആണ്. പനിയെ സ്വയം ചികിത്സിക്കാണ്ട് ഇരിക്കണം. പനി വന്നു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ എന്തെങ്കിലും ലക്ഷണങ്ങൾ ഒരാൾക്ക് വരികയാണെങ്കിൽ ഉടനെ നമ്മൾ ഡോക്ടറിനെ പോയി കണ്ട് ട്രീറ്റ്മെൻറ്റ് എടുത്തു കഴിഞ്ഞാൽ വളരെ എളുപ്പമാണ് നമുക്കത് ചികിത്സിക്കാൻ. അതുകൊണ്ട് പനി പ്രതിരോധിച്ച് മാറ്റുക, അല്ലാതെ പനി വന്ന് അതുമായിട്ട് കഷ്ടപ്പെട്ട് നമ്മൾ എത്ര ദിവസമാണ് നമുക്കൊരു പനി വന്ന് 5-6 ദിവസം നമ്മളെ പ്രൊഡക്റ്റീവ് ഡേയ്സാണ് നമുക്ക് നഷ്ടപ്പെടുന്നത്. അപ്പോൾ അത് വരാണ്ട് നോക്കണം. അതിന് നമുക്ക് നല്ലൊരു ഹെൽത്തി ലൈഫും കൂടി ആയാൽ നമുക്ക് ഇമ്മ്യൂണിറ്റി ബൂസ്റ്റപ്പ് ചെയ്യാം. നമുക്ക് പനിയെ നമുക്ക് നിശേഷം നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. പകർച്ചവ്യാധി വിഷയങ്ങളിൽ ഒരുപാട് പഠനങ്ങൾ നടക്കുന്നുണ്ട്. സാറിൻ്റേതായിട്ടുള്ളൊരു ഗവേഷണത്തിന് ഇത്തവണത്തെ ദേശീയ അവാർഡും ലഭിച്ചു. അതിനെക്കുറിച്ചൊന്ന് പറയാം. PG ആയപ്പോഴും എനിക്കൊരാഗ്രഹം എലിപ്പനിയിൽ തന്നെ ഗവേഷണം നടത്തണമെന്ന്. അങ്ങനെ എൻ്റെ PGയുടെ റിസർച്ച് ടോപ്പിക്കും ആക്ച്വലി ലെപ്റ്റോസ്പൈറോസ് ആയിരുന്നു. അന്ന് ഞാനൊരു പ്രഡിക്റ്റേഴ്സ് ഓഫ് മോർട്ടാലിറ്റി അന്ന് ഡിസൈൻ ചെയ്തായിരുന്നു. പിന്നീട് ഞാനൊരു ഗൈഡായപ്പോൾ എൻ്റെ
റിസർച്ച് സ്റ്റുഡൻറ്റ് ഗൗതം കൃഷ്ണ, അവനും ഞാനും ചേർന്ന് ഒരു പഠനം നടത്തി. അതാണ് ഇത്തവണ നമ്മൾ പ്രിഡിക്റ്റേഴ്സ് ഓഫ് മോർട്ടാലിറ്റി ഇൻ ലെപ്റ്റോസ്പൈറോസിസ് എന്ന് പറഞ്ഞ ഒരു ഗവേഷണം. അതിൽ ഞങ്ങൾ ഒരു സ്കോറിംഗ് സിസ്റ്റം ഡെവലപ്പ് ചെയ്തു. ഒരു ഹെൽത്ത് സെൻറ്ററിൽ ഒരു രോഗി വന്നാൽ അവർക്ക് എങ്ങനെ ഇതൊരു ഗുരുതരമായ, നേരത്തെ എൻ്റെ അടുത്ത് ചോദിച്ചല്ലോ ഇതെങ്ങനെ എലിപ്പനി ഗുരുതരമാണോ അല്ലയോ എന്ന് ഒരു സാധാരണക്കാരന് മുതൽ ഒരു ആൾക്ക് എങ്ങനെ അത് മനസ്സിലാക്കാം. അതിനുവേണ്ടി നമ്മൾ രോഗിയുടെ പ്രായം, 2 ലക്ഷണങ്ങൾ, 2 സൈൻസ്, 2 ഇൻവെസ്റ്റിഗേഷൻ, ഇത് മാത്രം വെച്ച് നമുക്ക് എങ്ങനെ ഇത് സിവിയർ ആണോ അല്ലയോ എന്ന് പറയാൻ പറ്റും. അങ്ങനെ ഒരു റിസർച്ച് ചെയ്തതിനാണ് ഇത്തവണ എപ്പിക്കോണിൻ്റെ ഒരു നാഷണൽ അവാർഡുണ്ട്. ആ അവാർഡ് ബെസ്റ്റ് തീസിസ് അവാർഡ് ഗൗതം കൃഷ്ണയ്ക്ക്, അതായത് എൻ്റെ റിസർച്ച് സ്റ്റുഡൻറ്റിനും എനിക്കും ആയിട്ട് ലഭിച്ചിട്ടുള്ളത്. അത് വിറ്റൽ റാവു നഡ്ഗൗഡ അവാർഡ്. ഞങ്ങൾ ഈ എലിപ്പനിയുടെ നമ്മുടെ ഈ ഗവേഷണം ഇറ്റലിയിൽ നടന്നൊരു കോൺഫറൻസ് ഉണ്ടായിരുന്നു. ആ കോൺഫറൻസിൽ നമ്മൾ പ്രസൻറ്റ് ചെയ്തു. അത് വേൾഡ് ഇൻഫെക്ഷ്യസ് കോൺഗ്രസ് ഇത്തവണത്തെ ഈ കഴിഞ്ഞ കുറച്ച് മാസങ്ങൾ മുമ്പ് നടന്ന ഒരു വേൾഡ് ഇൻഫെക്ഷ്യസ് കോൺഗ്രസ്സിലെ ഒരു മീറ്റിൽ നമ്മൾ ഓൺലൈനായിട്ട് നമ്മളത് പ്രസൻറ്റ് ചെയ്തു. ഇത്രയും നേരം നമ്മോട് സംസാരിച്ചത് മഞ്ചേരി മെഡിക്കൽ കോളേജ് ജനറൽ മെഡിസിൻ അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ ഡാനിഷ്. നന്ദി സർ.